അമേരിക്കൻ ചാരസംഘടനകളുടെ രഹസ്യപ്രവർത്തനങ്ങൾ പുറം ലോകത്തെ അറിയിച്ച ദേശീയ സുരക്ഷാ ഏജൻസി മുൻ ജീവനക്കാരൻ എഡ്വേർഡ് സ്നോഡൻ കഴിഞ്ഞ ദിവസമാണ് തന്റെ ദൗത്യം വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. രഹസ്യവിവരങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് അമേരിക്ക രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ് സ്നോഡൻ. കഴിഞ്ഞ ജൂണിൽ റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതിനുശേഷം ആദ്യമായി നൽകിയ അഭിമുഖത്തിലാണ് സ്നോഡൻ തന്റെ ദൗത്യം വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. സമൂഹം മാറണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വയം മാറണമോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം സമൂഹത്തിന് നൽകുകയാണ് താൻ ചെയ്തതെന്നും വാഷിംഗ്ടൺ പോസ്റ്റിന് അനുവദിച്ച അഭിമുഖത്തിൽ സ്നോഡൻ പറഞ്ഞു. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് വൈറ്റ് ഹൌസ് നിയമിച്ച സമിതി കഴിഞ്ഞയാഴ്ച നിർദ്ദേശിച്ചിരുന്നു. സ്നോഡന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒബാമ മുൻകൈയെടുത്താണ് സമിതിക്ക് രൂപം നൽകിയത്. അമേരിക്കൻ പൗരന്മാരുടെയും വിദേശ രാഷ്ട്ര സംഘടനാ മേധാവികളുടെയും ഫോണുകളും ഇമെയിലുകളും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസി ചോർത്തുന്നുണ്ടെന്നും ലോകരാജ്യങ്ങളെ അമേരിക്ക നിരീക്ഷിക്കുന്നുവെന്നുമുള്ള സ്നോഡന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. സ്നോഡന് ഉപാധികളോടെ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്നുള്ള വാർത്തകൾ നിഷേധിച്ച അമേരിക്ക നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് തന്റെ ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്ന സ്നോഡന്റെ പുതിയ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.